ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും രൂപം നൽകിയ മനുഷ്യാത്മാക്കൾ. അവരുടെ പരമമായ ലക്ഷ്യം ദൈവനിശ്ചിതമായ പാതയിലൂടെ നിത്യജീവിതത്തിലേക്ക് ചരിക്കുക എന്നതാണ്. ഈ ലോക ജീവിതത്തിലെ കനൽ വഴികളിൽ ശുദ്ധീകരിക്കപ്പെട്ട് നിത്യതയിൽ വിലയം പ്രാപിക്കുന്നതിനുള്ള ആന്തരിക സ്വരം ഓരോ ആത്മാക്കളിലും ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു. ഓരോ മനുഷ്യമക്കളെയും കരം പിടിച്ച് നടത്തുന്നതിനായി ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുന്ന ഏറെ ശുശ്രൂഷകർ. തങ്ങൾക്കുമേലുള്ള ദൈവനിയോഗത്തെ തിരിച്ചറിഞ്ഞ അവരുടെ ദൈവവിളികളിലൂടെ അനേക ആത്മാക്കൾ പ്രകാശത്തിലേക്ക് ചരിക്കുന്നു. ചാലക്കുടി ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ കൊച്ചു മാത്യു അച്ഛൻ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കൽ അച്ഛൻ തൻ്റെ പ്രവർത്തന ശൈലികളും കാഴ്ചപ്പാടുകളും കൊണ്ട് വ്യത്യസ്തനാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ആവോളം ഉപയോഗിച്ച് വചനവേദിയിൽ മുന്നേറുമ്പോഴും നേതൃത്വ രംഗത്ത് തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളിലും മാതൃകാപരമായി അദ്ദേഹം ശോഭിക്കുന്നു. അനാരോഗ്യവും തന്മൂലമുള്ള ചികിത്സാകാലവും പിന്നിട്ട ബഹുമാനപ്പെട്ട മാത്യു അച്ഛന് പഠനകാലത്ത് ഏതാനും മാസങ്ങൾ നഷ്ടപ്പെട്ടതിനാൽ വ്രതവാഗ്ദാനത്തിനു ശേഷമുള്ള കുറേ നാളുകൾ കൂടി പഠനത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതായി ഉണ്ടായിരുന്നു. ആ നാളുകളിൽ പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിൽ സഹകരിച്ചു തുടങ്ങിയ അദ്ദേഹത്തിന് തൻ്റെ വരും കാല ശുശ്രൂഷാ മേഖലകളിലേക്ക് വേണ്ട പരിശീലനം ചെറിയ പ്രായം മുതൽ ലഭിച്ചു തുടങ്ങി. പഠനകാലത്തെ തൻ്റെ ജീവിത രീതികളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കൽ അച്ഛൻ സ്മരിക്കുമ്പോൾ ആ കാലങ്ങളിൽ തന്നെ ആത്മീയ ബോധ്യങ്ങൾ സ്വന്തമാക്കുന്നതിനായുള്ള ദാഹം ദൈവം തന്നിൽ നിക്ഷേപിച്ചിരുന്നത് അദ്ദേഹം തിരിച്ചറിയുന്നു. ദൈവത്തിൻ്റെ സവിശേഷമായ തെരഞ്ഞെടുപ്പിലൂടെ മുദ്ര ചാർത്തപ്പെട്ട ഓരോ ശുശ്രൂഷകൻ്റെയും ജീവിതത്തിൽ പ്രകടമായി തിരിച്ചറിയാനാവുന്ന ഏറെ പ്രത്യേകതകളുണ്ടാവും. ഓരോ നിമിഷവും ദൈവഹിതം തിരിച്ചറിഞ്ഞ് അവിടുത്തെ പാതയിൽ ചരിക്കുവാൻ തീരുമാനിക്കുന്ന അവരോരോരുത്തരുടെയും വഴികളിൽ ദൈവാത്മാവ് പ്രകാശം പരത്തും. അവരുടെ ബുദ്ധിയിൽ തെളിയുന്ന ദിവ്യപ്രകാശം അനേകരുടെ ജീവിതത്തിൽ അവരെ വഴിതെളിക്കുന്ന ശക്തിയായി ജ്വലിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട കൊച്ചു മാത്യു അച്ഛൻ്റെ പരിശീലന കാലങ്ങളിൽ ഉടനീളം നാം തിരിച്ചറിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുകൾ നമുക്ക് നൽകുന്ന ബോധ്യങ്ങളും ഇവ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബൈബിൾ മാത്രമല്ല, ദൈവശാസ്ത്രപരമായ കാര്യത്തിലും ആത്മീയതയുടെ മേഖലയിലും ശുശ്രൂഷ മേഖലയിലും എനിക്ക് എൻ്റെ വിശ്വാസത്തെ ഉലയ്ക്കുന്ന, എൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന ഒരു സംശയം പോലും ഇല്ല എന്നെനിക്ക് പറയാൻ പറ്റും. ഒരു സംശയം പോലും ഇല്ല. ഞാൻ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഈശോ എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട്. എല്ലാ ചോദ്യത്തിനും ഉത്തരം തന്നു. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് കാരണം ഞാനത് അറിയേണ്ടാത്തതായതുകൊണ്ടാണ്. എല്ലാം ഞാൻ അറിയണമെന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാം അറിയുന്നവന് സർവജ്ഞനായ ഒംനീഷ്യൻ്റ് ദൈവം മാത്രമേ ഉള്ളൂ. എനിക്കെല്ലാം അറിയണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്ന ദൈവത്തെ പോലെ ആകാനുള്ള ഒരു പ്രലോഭനമാണ്. ഞാൻ അറിയേണ്ടത് അറിഞ്ഞാൽ മതി. ദൈവം എനിക്ക് അറിയിച്ചു തരുന്നത്, അതിന് റെവലേഷൻ എന്ന് പറയുന്നത്, വെളിപാട്, അതെനിക്ക് കിട്ടും. അതിന് ഞാൻ ഓപ്പൺ ആയിരിക്കണം. ശുദ്ധ മനസ്സോടെ, നിഷ്കളങ്കതയോടെ, സ്വാർത്ഥതയില്ലാതെ, ലോകമോഹമില്ലാതെ, സത്യാന്വേഷണത്തിൻ്റെ മനസ്സോടെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. 1981-82 കാലഘട്ടം മുതൽ ഞങ്ങളൊന്നിച്ച് സെമിനാരിയിൽ പഠിച്ച് വളർന്നവരാണ്. 81-82 കാലഘട്ടം ഞങ്ങളുടെ നൊവിഷ്യേറ്റ് കാലഘട്ടമാണ്. നൊവിഷ്യേറ്റ് എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ട് സഭയിലേക്ക് ഒരു വ്യക്തി ചേരുന്ന വർഷം. ഞങ്ങളൊന്നിച്ചാണ് അത് ചെയ്തത്. പിന്നെ നീണ്ട 8 വർഷങ്ങൾ ഞങ്ങൾക്കൊന്നിച്ച് താമസിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
ഞങ്ങൾ വളരെ അടുത്ത് പരിചയപ്പെട്ടവരാണ്. സെമിനാരിയിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോവുകയും വരികയും ഞങ്ങളുടെ ആശയങ്ങളൊക്കെ ഒരുപാട് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ ഒന്നിച്ച് കണ്ട കാലഘട്ടം മുതൽ അച്ഛൻ്റെ ദൈവവിളിയോടുള്ള ആ ഒരു താല്പര്യം വളരെ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വിളിയെ ഒരു നിധിയായിട്ട് കരുതിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ദൈവം നൽകിയൊരു നിധിയാണ്. പൗലോസ്ലീഹ പറയുന്നത് പോലെ മൺപാത്രത്തിൽ നൽകപ്പെട്ട ഒരു നിധി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ചിന്തയായിരുന്നു അദ്ദേഹത്തിന്. അത്രയ്ക്ക് വിലയേറിയ ഒരു കാര്യമായിട്ട് അദ്ദേഹം കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സെമിനാരി കാലഘട്ടത്തിലൊക്കെ അതിനു വേണ്ടി അച്ഛൻ നിലകൊണ്ടു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, ഒരുങ്ങി, അങ്ങനെ ഒരു വൈദികനായിട്ട് തീരാനായിട്ട് സാധിച്ചു. തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഉടനീളം ദൈവം തന്നെ നയിച്ച അതിശയകരമായ വഴികളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കൽ അച്ഛൻ വെളിപ്പെടുത്തുമ്പോൾ ആ വാക്കുകൾ നാം ഓരോരുത്തർക്കും പകർന്നു നൽകുന്ന പ്രത്യാശ അളവുകളില്ലാത്തതാണ്. ഓരോ മനുഷ്യാത്മാക്കളും തങ്ങളുടെ ഹൃദയം കൊണ്ട് ദൈവാത്മാവിനോട് ചേർന്നു നിലകൊള്ളുമ്പോൾ ദൈവം സമ്മാനിക്കുന്ന അളവില്ലാത്ത ദാനങ്ങളെ ഈ ജീവിതം ഓർമ്മിപ്പിക്കുന്നു. വചനങ്ങളിലൂടെയും വെളിപ്പെടുത്തലുകളിലൂടെയും ദൈവം ഹൃദയത്തിൽ സംസാരിക്കുന്ന അനുഭവങ്ങൾ അവിടുത്തോട് ചേർന്ന് നിലകൊള്ളുവാൻ ഏവർക്കും പ്രചോദനകരങ്ങളാണ്. പ്രത്യേകിച്ച് ചില വിഷയങ്ങളെക്കുറിച്ച്, കോൺട്രവേഴ്സ്യലായ വിഷയങ്ങളെക്കുറിച്ച് ദൈവം ചില വെളിപാടുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെളിപാടെന്ന് പറയുന്നത് എൻ്റെ പ്രസംഗ സമയത്ത് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയതാണ്. അതായത് ചില ചോദ്യങ്ങളുടെ ഉത്തരം ദൈവം വെളിപ്പെടുത്തി തരും. അതെൻ്റെ ദൈവശാസ്ത്ര പഠനകാലത്ത് തുടങ്ങിയതാണ്. മാത്രമല്ല ആ പഠനകാലത്ത് തന്നെ വളരെയേറെ പ്രചോദിപ്പിച്ച ഒരു കാര്യം നൊവിഷ്യറ്റ് വെച്ചാണ് ആരംഭിച്ചത്. നൊവിസ് മാസ്റ്റർ അച്ഛൻ സെബാസ്റ്റ്യൻ ചെറുള്ളാത്തച്ഛൻ ബൈബിൾ പഠിപ്പിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം വിശദീകരിക്കും. അദ്ദേഹം ഒരു ബൈബിൾ പാസേജ് വായിച്ചിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഒരു പ്രചോദനം കിട്ടുന്നതെന്ന് ഞങ്ങളോട് ചോദിക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന പ്രചോദനം ഞാൻ പറയും, ഈ വചനത്തിന് ഇങ്ങനൊരു വ്യാഖ്യാനം. അപ്പം അച്ഛൻ എന്നോട് ചോദ്യം ഉണ്ടായിരുന്നു, ബ്രദർ ഏത് കമൻട്രിയാണ് വായിച്ചിട്ടുള്ളത്? സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, കമൻട്രി എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാനന്ന് കണ്ടിട്ടില്ല. ഒരു കമൻട്രി ജീവിതത്തിൽ വായിച്ചിട്ടില്ല. പക്ഷേ ഏത് ബൈബിൾ ഭാഗം എടുത്ത് വായിക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ, ചില ദൈവിക വെളിപാടുകൾ എനിക്ക് കിട്ടുമായിരുന്നു. നമുക്ക് സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു ദൈവം നമുക്ക് കൂടുതൽ വെളിപ്പെടുത്തൽ തരാനുള്ള അവസരങ്ങളാക്കി അതിനെ മാറ്റുക. ഇത് എൻ്റെ ഒരു അനുഭവത്തിലൂടെ ഞാൻ എന്നെ കേൾക്കുന്നവരോട് പറയുന്ന ഒരു സന്ദേശമാണ്. സഹനം വരുമ്പോൾ ദൈവത്തിന് അവിടെ ഇടപെടാനുള്ള ഒരു വാതിൽ തുറന്നു കിട്ടുന്നു. നമുക്ക് കൂടുതൽ കൃപ തരാൻ, കൂടുതൽ നമ്മെ വളർത്താൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ നിമിഷങ്ങളാക്കി മാറ്റുന്നത് പോലെ സംശയങ്ങൾ വരുമ്പോൾ ദൈവത്തെ നിഷേധിക്കാനോ ദൈവത്തെ തള്ളിപ്പറയാനോ ഉള്ള പിശാചിൻ്റെ പ്രലോഭനമായി ഇത് മാറാതിരിക്കാൻ ചെയ്യേണ്ടത് ദൈവത്തിന് വെളിപാടുകൾ നൽകാനുള്ള ഒരവസരമുണ്ടാക്കുന്ന ദൈവാന്വേഷണത്തിൻ്റെ പുണ്യ നിമിഷങ്ങളാക്കി അതിനെ മാറ്റണമെന്നുള്ളത് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനെ ഓരോ സംശയത്തിലും ഓരോ ചോദ്യത്തിലും ദൈവത്തിൻ്റെ മുമ്പിൽ കാത്തിരിക്കാനായിട്ടുള്ള ഒരു ക്ഷമയും നമുക്ക് വേണം. സാധാരണ എൻ്റെ വചനപ്രഘോഷണ ശുശ്രൂഷയിൽ എന്നോട് പലരും ചോദിക്കും, അച്ഛന് ഇതുപോലുള്ള ആശയങ്ങളൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. സത്യസന്ധമായിട്ട് ഞാൻ മറുപടി പറയട്ടെ, ആരുടെയെങ്കിലും പുസ്തകത്തിൽ വായിച്ചു കിട്ടുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗം കേട്ടിട്ടോ ഉള്ള ചിന്തകളല്ല എന്നെ ഏറ്റവും കൂടുതൽ അഭിഷേകം ചെയ്യുന്ന വിധത്തിൽ എന്നിൽ ഉയർന്നു വന്നിട്ടുള്ള ചിന്തകൾ. അത് മുഴുവനും ഞാൻ വചന പ്രഘോഷണം നടത്തുമ്പോൾ ഒരു വചനം എടുത്ത് വ്യാഖ്യാനിച്ച് തുടങ്ങുന്ന നിമിഷത്തിൽ ഞാനത് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് പൂർണ്ണമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരിക്കും. പ്രത്യേകിച്ച് ഫോട്ടോയിലായിരുന്ന കാലത്ത് അങ്ങനെയായിരുന്നു. ചിലപ്പോൾ ഈ ഒരുങ്ങിയതൊന്നും പ്രസംഗിക്കാൻ പറ്റില്ല. സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഒരു വചനം ഓർമ്മ വന്നു, അതിൻ്റെ പുറകെ പിന്നെ ഒഴുകി വരാൻ തുടങ്ങി. അതിങ്ങനെ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഒഴുകി വരുന്ന ഒരവസ്ഥയാണ് എനിക്ക് സാധാരണ ഉണ്ടാകുന്നത്. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത്, പരിശുദ്ധാത്മാവ് ഇങ്ങനെ കാത്തിരിക്കുക നമ്മോട് സംസാരിക്കാൻ, വെളിപാട് തരാൻ, നമ്മളെ പ്രകാശിപ്പിക്കാൻ, നമ്മളെ വിളക്കാക്കി മാറ്റാൻ, അനേകം പേർക്ക് വചനം കൊടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കാൻ കാത്തിരിക്കുക. പക്ഷെ നമ്മുടെ ഈ ആത്മാവിൽ ഉണർവോടുകൂടിയുള്ള കാത്തിരിപ്പ് നമുക്കുണ്ടാകണം.
വ്യത്യസ്തവും ദൈവനിശ്ചിതവുമായ പരിശീലന കാലത്തിനു ശേഷം ബഹുമാനപ്പെട്ട കൊച്ചു മാത്യു അച്ഛൻ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് 1989 ഡിസംബർ മാസം 26-ാം തീയതിയാണ്. കണ്ണീരിൻ്റെയും ദുരിതങ്ങളുടെയും അപമാനത്തിൻ്റെയുമെല്ലാം നീർച്ചുഴികളിലൂടെ കടന്നുപോകുവാൻ അനുവദിച്ചുവെങ്കിലും ആ ജീവിതത്തിലെ ഓരോ സഹനത്തിനും വലിയ പ്രതിഫലം കൊടുത്തുകൊണ്ടാണ് ദൈവം അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചിരുന്നത്. മനുഷ്യബുദ്ധിയിൽ ചിന്തിച്ചാൽ പരിശീലന കാലയളവിൽ സംഭവിച്ച തിക്താനുഭവങ്ങളെല്ലാം തുടർന്നുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിന് വിലമതിക്കാനാവാത്ത നിധികളായി തീർന്നു. ഓരോ ഘട്ടത്തിലും തൻ്റെ ദൈവവിളിയെക്കുറിച്ച് കൂടുതൽ ഉറപ്പ് ലഭിക്കത്തക്കതായ ബോധ്യം ദൈവം അതിശയകരമായി നൽകിയിരുന്നുവെന്നും അദ്ദേഹം സ്മരിക്കുന്നു. വൈദിക പട്ടം സ്വീകരിക്കുന്ന സമയം വരെ ഒത്തിരി ഞെരുക്കങ്ങളും പീഡകളും ഉണ്ടായി. അനേകം തടസ്സങ്ങൾ പലയിടത്തും വന്നു. ആത്മസംഘർഷങ്ങളുടെ നിമിഷങ്ങളുണ്ട്, മനോപീഡകളുടെ നിമിഷങ്ങളുണ്ടായിരുന്നു, പ്രലോഭനത്തിൻ്റെ നിമിഷങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും 100% എനിക്ക് പറയാൻ പറ്റും എൻ്റെ പൗരോഹിത്യം എനിക്ക് വേണ്ട എന്നോ അല്ലെങ്കിൽ പുരോഹിതനാകണ്ട എന്നോ ഞാൻ പുരോഹിതനാകാൻ യോഗ്യനല്ല എന്നോ അല്ലെങ്കിൽ ദൈവം എന്നെ വിളിച്ചിട്ടില്ല എന്നോ എന്നെ തോന്നിയിട്ടില്ല. അതാണ് ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ഓർക്കുന്ന കാര്യം. എനിക്ക് ഇതിനേക്കാളും വ്യത്യാസപ്പെട്ട് മറ്റൊരു ജീവിതം വേണം എന്നൊരു ചിന്തയോ ആഗ്രഹം എന്നിൽ വന്നിട്ടില്ല. പ്രലോഭനങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷങ്ങളിലൊക്കെ എന്നെ പിടിച്ചു നിർത്തിയത് എൻ്റെ ഉള്ളിൽ ഒരു വിളിവിളക്കിൻ്റെ വെളിച്ചവും ചൂടും ഉണ്ടായിരുന്നു. ഞാൻ ആ ദൈവവിളിയെ വിളിവിളക്കെന്ന് പറയും. അബ്രാഹത്തിന് കിട്ടിയതുപോലെ ഒരു വിളിവിളക്ക്. അബ്രാഹം ഊർദേശത്ത് വസിച്ച അബ്രാഹം പിതാവിനോടൊപ്പം ഹാരാനിലെത്തി. അവിടെ നിന്ന് കാനാനിലേക്ക് പോകുന്നുള്ള ദൈവത്തിൻ്റെ വിളി, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിളി, ആ വിളിയുടെ വിളക്ക് അബ്രാഹത്തിൻ്റെ ഉള്ളിൽ കത്തുന്നു. അന്ന് ആരും ഇത് പറഞ്ഞു കൊടുക്കാനില്ല. ഒരു പുറത്തു നിന്നുള്ള ഏജൻസിയുടെ യാതൊരു സഹായവും ഇല്ല. ഉള്ളിൽ നിന്ന് മാത്രമാണ്. അന്ന് ഈ വിളിക്ക് അർത്ഥം എന്താണെന്നൊന്നും അറിയാൻ യാതൊരു സാഹചര്യവുമില്ല. ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത അജ്ഞതയുടെ കൂരിരുട്ടിൽ കിടക്കുന്ന ജനതയുടെ നടുവിലൊരാളാണ് അബ്രാഹം. വിഗ്രഹാരാധനയും എല്ലാ തിന്മകളുമുള്ള പ്രപഞ്ചശക്തികളെ ആരാധിച്ചു പോകുന്ന ജനതയുടെ ഇടയിലാണ് ഈ അബ്രാഹവും ജീവിക്കുന്നത്. പക്ഷേ അബ്രാഹത്തിന് കിട്ടിയ വിളി ഉന്നതത്തിൽ നിന്നായിരുന്നു. അപ്പോൾ ദൈവവിളി എന്ന് പറയുന്ന ഒരു കാര്യം അത് നമ്മുടെ അന്തരാത്മാവിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. അത് തിരിച്ചറിയുക എന്ന് പറയുന്നത് അതിനോടുള്ള പ്രേരണ, ഒരു താല്പര്യം, ഒരു അഭിവാഞ്ച, അതുപോലെ തന്നെ അതിനെതിരായിട്ടുള്ള പ്രലോഭനങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തി, അതൊക്കെ കിട്ടുമ്പോൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അബ്രാഹത്തിന് കിട്ടിയ ആ വിളി പോലെ ആ വിളിവിളക്കിൻ്റെ വെളിച്ചം, അതിൻ്റെ കൂടെയുള്ള ചൂട്, ഇത് രണ്ടും എൻ്റെ പൗരോഹിത്യ ദൈവവിളിയിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റി. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ നാളുകളിലും പൗരോഹിത്യ ശുശ്രൂഷയുടെ അനേകം പ്രതിസന്ധികൾ കടന്നു പോയപ്പോഴും ഈ വിളിവിളക്ക് കെട്ടുപോയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ കത്തുന്ന ഒരു വിളക്കായിട്ട് പൗരോഹിത്യമാണെങ്കിലും സന്യാസമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും നമ്മളിങ്ങനെ ജ്വലിച്ചുയർന്നു നിൽക്കണമെന്നുള്ളത്. ഉദരത്തിൽ ഉരുവാകുന്നതിനു മുൻപ് ദൈവമറിഞ്ഞ തൻ്റെ പ്രിയ ശുശ്രൂഷകനെ എക്കാലവും പ്രത്യേകമായി അവിടുന്ന് വളർത്തിക്കൊണ്ടിരുന്നു. മാനുഷികമായ കണക്കുകൂട്ടലുകൾക്ക് അതീതമായ അനുഭവങ്ങളിലൂടെ, അസുലഭവും അനന്യവുമായ അവസരങ്ങളിലൂടെ ഒരു വലിയ സമൂഹത്തെ പ്രകാശത്തിലേക്ക് നയിക്കുന്നതിനും ഒരു നവലോകം കെട്ടിപ്പടുക്കുന്നതിനുമായി ദൈവം മുമ്പേ നിശ്ചയിച്ചിരുന്ന ആ ശുശ്രൂഷകന്റെ വളർച്ചാഘട്ടങ്ങൾ വളരെ സൂക്ഷ്മമായിരുന്നു. പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ അടുത്ത നാളുകളിൽ അപ്രതീക്ഷിതമെന്നവണ്ണം ലഭിച്ച ഇടവക ശുശ്രൂഷയും തുടർന്നുള്ള കാലങ്ങളിൽ തനിക്ക് ഏറെ ഉപകാരപ്രദമായി എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. എടത്തൊട്ടി, എൻ്റെ സ്വദേശമായ എടത്തൊട്ടിയിൽ വിൻസെൻഷൻ ദേവാലയത്തിൽ വെച്ചാണ് ഞാൻ പട്ടം സ്വീകരിച്ചത്. തലശ്ശേരി രൂപതയിലെ അഭിവന്യ ജോർജ് വലിയമറ്റം പിതാവാണ് എനിക്ക് പട്ടം തന്നത്. അദ്ദേഹം മെത്രാനായി അഭിഷിക്തനായിട്ട് സ്ഥാനമേറ്റെടുത്തതിന് ശേഷം അന്ന് രാവിലെ ആദ്യത്തെ പട്ടം നൽകി. ഉച്ച കഴിഞ്ഞ്
എനിക്ക് പട്ടം നൽകി. അതായത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ആത്മീയപുത്രനാണ് ഞാൻ. അത് കഴിഞ്ഞതിന് ശേഷം അധികാരികൾ എനിക്ക് വൈദികനായതിനു ശേഷം നൽകിയ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് പോപ്പുലർ മിഷൻ ധ്യാനത്തിന് അന്ന് ബോംബെയിൽ ഒരു വലിയ ഒരു ശുശ്രൂഷ നടന്നു. കല്യാൺ രൂപത രൂപീകൃതമായതിനു ശേഷം ഏതാണ്ട് 80ഓളം സെൻറ്റേഴ്സിൽ വെച്ച് ഒരു 1.5 മാസം എടുത്ത് ഞങ്ങൾ ഒരു 10-15 വൈദികരും പാട്ടുകാരെല്ലാവരും കൂടെ പോയി അവിടെയുള്ള മലയാളികളെ, സീറോ മലബാർ വിശ്വാസികളെ ധ്യാനിപ്പിച്ചു. ആ ധ്യാനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ അധികാരികൾ എന്നെ എറണാകുളം അതിരൂപതയിലുള്ള പറവൂരടുത്തുള്ള തുരുത്തിപ്പുറം എന്ന് പറയുന്നൊരു ഇടവകയിലേക്കാണ് എന്നെ തൽക്കാലത്തേക്ക് നിയോഗിച്ചത്. അവിടെ ഒരു 6 മാസക്കാലം ഇടവക വികാരിയുടെ ജോലികൾ ചെയ്ത് അങ്ങനെ ഒരു ഭാഗ്യം അനുഭവിക്കാൻ അവസരം കിട്ടി എനിക്ക്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അസ്വീകാര്യവും അചിന്ത്യവുമായൊരു കാര്യമുണ്ടായിരുന്നത്, എങ്ങനെയാണ് വൈദികർ ഒറ്റയ്ക്ക് ഒരു ഇടവകയിൽ അങ്ങനെ കഴിയുന്നത്, അവരുടെ ഏകാന്തത അതവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടാവില്ല എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ഈ ചിന്ത സെമിനാരി പഠനകാലത്ത് എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ഞാനൊരു ഇടവകയിലെ വികാരിയായപ്പോൾ എനിക്ക് മനസ്സിലായി, ഇടവകയിലെ വിശ്വാസികളുടെ ആത്മീയ കാര്യങ്ങൾ നോക്കി അവരുടെ വേദപാഠം, അതുപോലെ തന്നെ ഭക്തസംഘടനകൾ, മരിച്ചവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ, അതുപോലെ ഭവന സന്ദർശനം, വീട് വെഞ്ചരിപ്പ്, അനുദിന കുർബാനകൾ, ഞായറാഴ്ചത്തെ ആഘോഷമായ കുർബാനകൾ, അതുപോലെ തിരുനാൾ ആഘോഷങ്ങൾ, ഇതിലെല്ലാത്തിലും ഏർപ്പെടുമ്പോൾ ഒരു കാരണവശാലും ഇവിടെ ഏകാന്തതയുടെ പ്രശ്നമില്ല. ആ കാലഘട്ടങ്ങൾക്ക് ദൈവം അത്ഭുതകരമായ അനുഭവം തരാൻ വേണ്ടി ഒരുക്കിയവയായിരുന്നു. ആയിരത്തി 1989 അവസാനം പൗരോഹിത്യത്തിലേക്ക് കാലെടുത്തു വച്ച ബഹുമാനപ്പെട്ട കൊച്ചു മാത്യു അച്ഛനെ തുടർന്നുള്ള കാലയളവിൽ ദൈവം എടുത്തുപയോഗിച്ചത് വിസ്മയനീയമായാണ്. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ആ കാലത്ത് കേരള സഭയിലെ നവീകരണ മുന്നേറ്റത്തിൻ്റെ സിരാകേന്ദ്രമായിരുന്ന പോട്ട ആശ്രമത്തിൻ്റെ നേതൃനിരയിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. ആ നാളുകളിൽ പോട്ടയിൽ നടന്നുവന്ന സ്ഥിരം ശുശ്രൂഷകൾ പുതുതായി ആരംഭിച്ച മുരിങ്ങൂരുള്ള ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് മാറ്റിയെങ്കിലും പോട്ടയിലെ വചന ശുശ്രൂഷ ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞിരുന്ന സഭാ നേതൃത്വം ബഹുമാനപ്പെട്ട കൊച്ചു മാത്യു അച്ഛനെയും അവിടേക്ക് നിയോഗിക്കുകയായിരുന്നു. നമുക്ക് പോട്ടയിൽ ജനം പെരുകി കഴിഞ്ഞപ്പോൾ താമസ സൗകര്യമില്ലാത്തതുകൊണ്ട് വളരെ നാളായിട്ട് സ്ഥലം അന്വേഷിക്കുകയാണ്. അങ്ങനെ പണിതീർത്തിയൊരു കെട്ടിടം, 500 ബെഡുള്ള ആശുപത്രി, അത് പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. കാരണം അഭിപ്രായ വ്യത്യാസം, ഓണർഷിപ്പ്, ട്രസ്റ്റ് ഗ്രൂപ്പ് തമ്മിൽ അഭിപ്രായ വ്യത്യാസം. ദൈവം ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി ഒരു മഹത്തായ ഒരു വൻകാര്യത്തിന് വേണ്ടി ഒരു ആശുപത്രി പണിത് ഒരുക്കി ഇട്ടിരിക്കുകയാണ്. ഈ ആശുപത്രി അതിൻ്റെ ഹോസ്പിറ്റൽ എന്നുള്ള പേര് മാറ്റി ഡിവൈൻ റിട്രീറ്റ് സെൻ്റർ എന്നാക്കി 1990 ഡിസംബർ മാസം ആദ്യത്തെ ധ്യാനം അരങ്ങേറി. അങ്ങനെ ഞാൻ പനക്കലച്ചനെയും എന്നെയും ഡിവൈൻ ധ്യാന മന്ദിരത്തിലേക്ക് മാറ്റിയപ്പോൾ ദൈവം തിരഞ്ഞെടുത്തുയർത്തിയ ഒരു വ്യക്തിയാണ് നമ്മുടെ കൊച്ചുമാത്തച്ഛൻ. അന്ന് ഫാദർ അഗസ്റ്റിൻ പടിഞ്ഞാറേക്കൂറ്റ് സീനിയർ പ്രീസ്റ്റും അച്ഛനെയും കൂടിയാണ് പോട്ടയിലെ ശുശ്രൂഷ നയിക്കാനായിട്ട് നിയമിച്ചത്. അന്ന് വലിയ ജനം വരുന്നൊരു കാലം തന്നെയാണ്. കൊച്ചുമാത്യച്ഛൻ കടന്നു വരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ജനം, അവർ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ട് അവർ നല്ല നേതൃത്വം കൊടുക്കുവാൻ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ഒരു വരം കൊച്ചുമാത്യച്ഛനുണ്ട്. വചനപ്രഘോഷണത്തിൻ്റെ വരമുണ്ട്. പാട്ടുപാടി ജനങ്ങളെ നയിക്കാനുള്ള, പാട്ട് എഴുതിയും പാടിയും ഉള്ള വരവുണ്ട്. പിന്നെ രോഗശാന്തിയുടെ അഭിഷേകത്തോടു കൂടിയാണ് അദ്ദേഹം കടന്നു വരുന്നത്. ഇങ്ങനെ ദൈവം ഓരോ കാലഘട്ടത്തിൽ ശുശ്രൂഷകരെ തെരഞ്ഞെടുത്ത് ചേർത്തു തന്നത് ഈ പോട്ട ഡിവൈൻ ശുശ്രൂഷയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതലാണ്. അത് പോട്ട ഡിവൈൻ ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ല, ജനകോടികൾക്ക് വേണ്ടി, നാനാജാതി മതസ്ഥർക്ക് വേണ്ടി.
കേരള സഭയിലെ മാത്രമല്ല ഭാരതത്തിലെ വിവിധ സമൂഹങ്ങളിൽപ്പെട്ടവരും തങ്ങളുടെ സത്യദൈവത്തെ തൊട്ടറിഞ്ഞ ദൈവാത്മാവ് സംവിധാനം ചെയ്ത ഒരു വചന കൂടാരം. അതിൻ്റെ ഉത്ഭവവും മുന്നേറ്റവും ഏറെ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളുടെ പിൻബലത്തോട് കൂടിയവയാണ്. 1987 മുതൽ 4 വർഷക്കാലം വിസ്മയനീയമായ ദൈവിക സ്പർശങ്ങൾക്ക് വേദിയായ കോട്ടയിലെ വിൻസെൻഷൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ആരംഭകാലം നമുക്ക് ഏറെ ബോധ്യങ്ങൾ പകർന്നു നൽകുന്നവയാണ്. പിൽക്കാലത്ത് ആ ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്ന ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കിൽ അച്ഛൻ്റെ അനുഭവങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ദൈവം വളർത്തിയ ഈ ശുശ്രൂഷാ രംഗത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുകൾ വ്യക്തമാകുന്നു. സത്യത്തിൽ 1987 ജനുവരി 1-ാം തീയതി നാക്യം പ്രവചനം കിട്ടിയ ഒരു സ്വർഗീയമായ ഒരു കൃപയിൽ തുടങ്ങിയതാണ് ഈ അനുദിന ശുശ്രൂഷ. അപ്പോൾ അച്ഛനീ വരുന്നവർ, കൗൺസിലിങ്ങിന് വരുന്നവരെല്ലാം ഇനി എല്ലാ വ്യാഴാഴ്ചയും വരാൻ പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്രത്യേക ദൈവികമായ വെളിപ്പാടിൻ്റെ വെളിച്ചത്തിൽ. അപ്പോൾ എല്ലാ വ്യാഴാഴ്ച ആൾക്കാർ വന്നു. അത് 1000 പേരായി, 2000 പേരായി. അങ്ങനെ വന്നപ്പോഴേക്കും മറ്റു വൈദികർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവരെ സഹായിക്കാൻ പറ്റും, പോപ്പൽ വിസ്താരം കഴിഞ്ഞ് വന്നു, അതുകൊണ്ട് ശനിയാഴ്ചയ്ക്ക് ശുശ്രൂഷ മാറ്റാൻ പറഞ്ഞു. അങ്ങനെ നാക്യം പ്രവചനം ആ ശുശ്രൂഷ ശനിയാഴ്ചത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം വ്യാഴാഴ്ച ഒരുമിച്ച് കൂടുന്ന ആൾക്കാർ ശനിയാഴ്ച ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ച ഒരു കാര്യം ശ്രദ്ധിച്ചത്, ശനിയാഴ്ച ആൾക്കാർ വന്നെങ്കിലും അതേ ആൾക്കാർ തന്നെ അവർ വ്യാഴാഴ്ച വീണ്ടും വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ വെള്ളിയാഴ്ചയും വരാൻ തുടങ്ങി, ഞായറാഴ്ചയും വരാൻ തുടങ്ങി. പിന്നെ ഞായർ മുതൽ ശനി വരെ എല്ലാ ദിവസവും. അന്ന് ഞാൻ ചെല്ലുമ്പോൾ ഞായറാഴ്ച ഒരു 2000 പേര്, തിങ്കളാഴ്ച ഒരു 500ഓളം പേര്, ചൊവ്വാഴ്ച ഒരു 750 പേര്, ബുധനാഴ്ച ഒരു 1000ഓളം പേര്, വ്യാഴാഴ്ച 1500 പേര്, വെള്ളിയാഴ്ച ഒരു 1800ഓളം പേര്, ശനിയാഴ്ച ഒരു 5000 പേര് വരുന്ന ശുശ്രൂഷയായിട്ട് നിൽക്കുക. അഗസ്റ്റിൻ പടിഞ്ഞാറക്കുറ്റച്ചൻ ഡയറക്ടറായി, ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അവിടെ ചാർജ് എടുക്കുമ്പോൾ ഒരാൾ പോലും അവിടെ സഹായിക്കാനില്ല. പിന്നെ അന്ന് മുൻപിൽ നിന്ന് ശുശ്രൂഷ ചെയ്തവരല്ലാത്ത, എന്നാൽ അതിന് സഹായിച്ചുകൊണ്ടൊക്കെ സൈഡിലൊക്കെ നിന്നിരുന്ന പലരും ഞങ്ങളെ സഹായിക്കാൻ വന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഡിസ്കറേജിങ് ആയിട്ടുള്ള ഒത്തിരി കമൻറ്റുകൾ കിട്ടും. പ്രാർത്ഥിക്കാൻ വരുന്നവരിൽ നിന്നും അതുപോലെ തന്നെ അവിടെ ശുശ്രൂഷയ്ക്ക് വരുന്നവരിൽ നിന്നും. ചിലരൊക്കെ വന്നിട്ട് നാക്യം പ്രവചൻ്റെ പലക്കരച്ചൻ്റെ ശുശ്രൂഷ എന്നോർത്ത് ഞങ്ങൾ വന്നതാണ്, പക്ഷേ അവരില്ലെങ്കിൽ ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞ് പോയിട്ടുള്ളവരും ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു താൽക്കാലികമായിട്ടുള്ള മനസ്സുമെടുപ്പും ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കിയെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും, അഗസ്റ്റിൻ പടിഞ്ഞാറക്കുറ്റച്ചൻ്റെ എൻ്റെയും മനസ്സിൽ അതൊരു നിരുത്സാഹപ്പെടുത്തലായിട്ട് വന്നില്ല. അതിനൊക്കെ അപ്പുറത്ത് ശുശ്രൂഷയ്ക്ക് വേറൊരു മുഖം കർത്താവ് ഒരുക്കി തരുമായിരുന്നു, വേറൊരു മേഖല ഒരുക്കി തരുമായിരുന്നു. കോട്ട ആശ്രമത്തിൽ ദൈവം വഴി നടത്തിയ വചന ശുശ്രൂഷകളുടെ 2ാം ഘട്ടം ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട കൊച്ചു മാത്യു അച്ഛൻ്റെ കരങ്ങളിലൂടെയാണ്. ഒരിക്കൽ അസ്തമിച്ചു എന്ന് ഏവരും കരുതിയെങ്കിലും ആ ശുശ്രൂഷാലയത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ വലുതായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ദൈവഹിതത്തിനു മുന്നിൽ ശിരസ് നമിച്ച അനേകരുടെ കണ്ണീരും പ്രാർത്ഥനയും ദൈവസന്നിധിയിലേക്ക് ഏറ്റുവാങ്ങിയ ആ മണ്ണിനെ ദൈവം വീണ്ടും ആശീർവദിച്ച് ഉയർത്തിയത് അത്ഭുതകരമായിട്ടായിരുന്നു. അന്ന് ചെറുപ്രായത്തിലായിരുന്ന തീഷ്ണമതിയായ ആ വൈദികനിലൂടെ പിൽക്കാലത്ത് ദൈവം പ്രവർത്തിക്കുവാനിരുന്ന വലിയ അത്ഭുതങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു അത്. ഏതാണ്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ 1991 ഡിസംബറോടുകൂടി അഗസ്റ്റിൻ പടിഞ്ഞാറക്കുറ്റച്ചൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അധികാരികൾ എന്നെ, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ അച്ഛൻ എന്നെ അനുദിന ശുശ്രൂഷകളുടെ ഡയറക്ടർ എന്ന ഒരു പോസ്റ്റിലേക്ക് എന്നെ അപ്പോയിൻ്റ് ചെയ്തു. അതായത് 1989 പട്ടം കിട്ടിക്കഴിഞ്ഞ് 91 ഡിസംബർ ആയപ്പോഴേക്ക് സെൻറ്ററിൻ്റെ ഒരു അനുദിന ശുശ്രൂഷകളുടെ ഡയറക്ടർ എന്ന ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ
ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ രാവിലെ ഗാന ശുശ്രൂഷയോടുകൂടി ആരംഭിക്കും, ജപമാല ഉണ്ടായിരിക്കും, അതിനുശേഷം വചന വ്യാഖ്യാനം, ഗാന ശുശ്രൂഷ, ഉച്ച കഴിഞ്ഞ് കുർബാന, 3:30 എല്ലാം തീരും. എല്ലാ ദിവസവും വചനം പ്രസംഗിക്കണം. അൽമാര് കുറച്ച് പേര് പ്രസംഗിക്കും, പക്ഷേ ഉച്ച കഴിഞ്ഞ് ഒരു മെയിൻ വചന പ്രഘോഷണവും കുർബാനയും ഞാൻ നടത്തണം. അത് ഏതാണ്ട് 1 വർഷമായപ്പോഴേക്ക് ബഹുമാനപ്പെട്ട മാത്യു നാക്യംപറമ്പരച്ചൻ വിദേശ ശുശ്രൂഷയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു ശനിയാഴ്ച അദ്ദേഹം വളരെ അത്ഭുതത്തോടെ വളരെയേറെ സന്തോഷത്തോടെ എൻ്റെ കൈ പിടിച്ചിങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അച്ഛാ ഇത് മാർവലസ് ആയിരിക്കുന്നു, ഏതാണ്ട് 30,000-ഓളം പേര് പറമ്പിലേക്ക് നിറഞ്ഞു നിൽക്കുന്നു. അതായത് തെങ്ങിൻതോപ്പിൽ വാഴത്തോപ്പിലെല്ലാം ആൾക്കാർ നിറഞ്ഞിരിക്കുക. അനുദിന ശുശ്രൂഷയ്ക്ക് ശനിയാഴ്ചത്തെ നമ്പർ അങ്ങ് വർദ്ധിച്ചു. ഏതാണ്ട് 2 വർഷം കഴിഞ്ഞപ്പോഴുള്ള ഒരു ചിത്രം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഒരിക്കൽ പോലീസുകാർ വന്ന് എന്നോട് പറഞ്ഞു, ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു അത്ഭുതം നടക്കാൻ കാരണം ഞങ്ങൾ ഇന്ന് എണ്ണി 250 ബസ്സുകൾ തന്നെ വന്നിട്ടുണ്ട്. എല്ലാം കൂടി 600ഓളം വാഹനങ്ങളുണ്ട്. ഹൈവേ ഒരറ്റം വരെ ഇങ്ങേ അറ്റം വരെ, ഈ എഴുന്നള്ളത്തുപാത റോഡിൻ്റെ ഒരറ്റം വരെ ഇങ്ങേ അറ്റം വരെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നു, പാടത്തെല്ലാം വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ഒരു പോലീസുകാരും ഒരാളെയും ക്രമീകരിക്കേണ്ടി വരുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ഹൈന്ദവ സഹോദരനായ പോലീസുകാരൻ അവിടെ വന്ന് എന്നോട് ചോദിച്ചു. ഉപാധികൾ ഏതുമില്ലാതെ തൻ്റെ മുന്നിൽ തലകുനിച്ച ഒരു ശുശ്രൂഷകനെ ദൈവം അനുഗ്രഹിച്ചുയർത്തിയ ഈ കഥ ദൈവത്തോട് ചേർന്നു നിൽക്കുവാൻ മനസ്സാകുന്ന ഏവർക്കും പ്രചോദനാത്മകമാണ്. ഓരോ നിമിഷവും സവിശേഷമായ തിരിച്ചറിവുകളും വലിയ ബോധ്യങ്ങളും തീഷ്ണമായ അനുഭവ പാഠങ്ങളും നൽകി ദൈവം അദ്ദേഹത്തെ വളർത്തി. എക്കാലവും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവകരങ്ങളായി സ്വയം തീർന്ന ഈ ശുശ്രൂഷകന്റെ വിസ്മയനീയമായ ജീവിതാനുഭവങ്ങൾ തുടരുന്നു. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവിക നിയോഗം തിരിച്ചറിഞ്ഞു മുന്നേറുവാൻ ഈ അനുഭവങ്ങൾ പ്രചോദനം പകരട്ടെ. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛനെങ്ങനെ ധൈര്യം കിട്ടി ഇങ്ങനെ പൊട്ട ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ? അച്ഛനൊരു വാചകം പറഞ്ഞു, അത് വലിയൊരു ഒരു ഒരു പ്രവചന തുല്യമായ വാചകമായിരുന്നു. കർത്താവിനെ പ്രതി വിഡ്ഢിയാകാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. എന്നെ വളരെയേറെ സ്നേഹിച്ച്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത്, എന്നെ സഹായിച്ച എൻ്റെ കൂട്ടത്തിലുള്ളവരും എന്നെ സ്നേഹിച്ച ജനവും പിന്നീട് ഞാൻ അവിടെ തുടർന്ന 6 മാസത്തിനുള്ളിൽ എന്നെ വേദനിപ്പിക്കുകയും എനിക്കെതിരെ തിരിയുകയും എനിക്കൊത്തിരി പ്രതികൂലമായ അനുഭവങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. അതിന് ആരൊക്കെ കാരണമെന്നൊന്നും ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം യോനായോട് നിനിവയിൽ വചനം പ്രസംഗിക്കാൻ പറഞ്ഞു, അനുതാപത്തിന് സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ നിനിവയ്ക്ക് പോകാതെ താർസൂസിലേക്ക് പോയി. ആ താർസൂസിലേക്ക് പോയ യോന കയറിയ കപ്പൽ പോലും വലിയ ദുരിതത്തിൽപ്പെട്ടതായിട്ട് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഭാഷാവരത്തിൽ സ്തുതിച്ചോട്ട് പറഞ്ഞു, ഈശോയോട് പറഞ്ഞു, ഈ ഭാഷാവരത്തിലുള്ള സ്തുതിപ്പ് ജെന്യൂൻ ആണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആണെങ്കിൽ, ഇത് മാൻമെയ്ഡ് അല്ല, എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ഞാൻ ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ വിരലിലൂടെ ഇങ്ങനെ ഒരു കരണ്ട് അടിക്കുന്നത് പോലെ ഒരു ശക്തി ഒഴുകട്ടെ എന്ന് പറഞ്ഞു. ഉടനടി ആ വിരലിലൂടെ ഇങ്ങനെ ഒരു ശക്തി ഒഴുകും. അപ്പം ഞാൻ പറഞ്ഞു, അത് വെറുതെ എൻ്റെ തോന്നൽ കൊണ്ട് വരാമല്ലോ, അങ്ങനെ ഈ കൈയുടെ വിരലിലൂടെ ഒഴുകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൈയുടെ വിരലിലൂടെ ഒഴുകാൻ തുടങ്ങി.